type of cancer which was Hodgkin's lymphoma. It's cancer of the lymph nodes. ഈ ഹോഡ്ജ്കിൻസ് ലിംഫോമയെ കുറിച്ച് ഒരു ഇൻഫർമേഷനും ഓൺലൈൻ അവൈലബിൾ അല്ലായിരുന്നു. പിന്നെ അന്നത്തെ ഇൻ്റർനെറ്റ് GPRS ആയിരുന്നു. എത്ര ലോഡ് ചെയ്ത് റീലോഡ് ചെയ്താലും ഇറ്റ് വിൽ ടേക്ക് ഏജസ് ഫോർ ഇറ്റ് ടു കം. സോ ഇമാജിൻ ദ amount of worry and the anxiety, and I know nothing about what I'm going to നേരിടൽ. എൻ്റെ പേരൻസിനും ഒരു ഐഡിയ ഇല്ല, എല്ലാവരും ലുക്കിംഗ് അപ്പാണ്. അപ്പോൾ എൻ്റെ ക്യാൻസറിൻ്റെ ടൈപ്പിന് തന്നെ ഒരു റിസർച്ച് സ്റ്റഡി കഴിഞ്ഞിട്ട് ഒരു ഡ്രഗ് പുറത്തേക്ക്, ഒരു പുതിയൊരു ഡ്രഗ് പുറത്തേക്ക് വരുന്നത് 40 വർഷത്തിൻ്റെ റിസർച്ചിന് ശേഷമാണ്. ആൻഡ് ഇൻഫാക്റ്റ് ആ പെർട്ടിക്കുലർ ഞാൻ UCLA പോയിട്ട് ഒരു ക്ലിനിക്കൽ സ്റ്റഡീൻ്റെ ഭാഗമായി 2014 എല്ലാ ട്രീറ്റ്മെൻറ്റ്സും ഫെയിലായപ്പം അതൊരു മിറക്കിളായിരുന്നു. അതൊരു ലോങ് സ്റ്റോറിയാണ്, ഐ എം നോട്ട് റിപ്പീറ്റിംഗ് ഇറ്റ് ഹിയർ. ബട്ട് ആ പെർട്ടിക്കുലർ ട്രീറ്റ്മെൻറ്റ്, ആ പെർട്ടിക്കുലർ ഡ്രഗ് അപ്പാരൻ്റ്ലി അതിൻ്റെ റീസർച്ച് ആദ്യമായി തുടങ്ങിയത് വർഷം 1984 ഞാൻ ജനിച്ച വർഷം. അപ്പം സംടൈംസ് ഐ തിങ്ക് അബൌട്ട് ഇറ്റ്. ഇത്രയും കാലം എൻ്റെ കൂടെ തന്നെ എങ്ങനെയോ ആ ഡ്രഗിൻ്റെ റിസർച്ച് വാസ് ഓൾസോ മൂവിങ് ഫോർവേഡ്, ആൻഡ് സംഹൗ ഐ വാസ് ഡെസ്റ്റിൻഡ് ടു റിസീവ് ഇറ്റ്. ആൻഡ് ആ ഡ്രഗ് കാരണം മാത്രമാണ് I was able to get a promising extension of life, and I'm here before you today. So, നേരത്തെ എല്ലാവരും പറഞ്ഞു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, നോ സ്മോക്കിംഗ്, നോ ഡ്രിങ്കിങ്, ട്രസ്റ്റ് മീ, എക്സസൈസ്, ഇതെല്ലാം ഈ പ്രായത്തിൽ ഞാനും ചെയ്ത് തന്നെയാണ്. ഐ വാസ് എ കംപ്ലീറ്റ് ടീടോട്ടലർ ആയിരുന്നു, വളരെ ആക്റ്റീവായിരുന്നു, ഡെയിലി എക്സസൈസ് ചെയ്യുന്ന ഒരാളായിരുന്നു. ഒരു ഫുഡ് ഹാബിറ്റ്സിൽ ഞാൻ കംപ്ലീറ്റ്ലി ഷുഗർ കട്ട് ചെയ്തൊരു സമയം കൂടിയായിരുന്നു അത്. ബട്ട് ഐ വാസ് ഡയഗ്നോസ്ഡ് വിത്ത് വാട്ട് ഐ വാസ് ഡയഗ്നോസ്ഡ് വിത്ത്. So there are no guarantees in your life. So ട്രീറ്റ്മെൻറ്റ്സിൻ്റെ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. എന്ത് സന്ദർഭവും നമ്മുടെ ലൈഫിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുമ്പം അത് നേരിടാനുള്ളൊരു മനക്കരുത്ത്, ഒരു സ്ട്രെങ്ത്, ഒരു വിൽ പവർ, അതെല്ലാം ഇഫ് ഐ ഹാവ് ഡൺ ഇറ്റ്, ഐ തിങ്ക് എനിബഡി ക്യാൻ ഡു ഇറ്റ്. ആൻഡ് ട്രസ്റ്റ് മീ, I've been through hell and back.